ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു കഷ്ടപ്പാടാണ് ഗൈസ്. ചപ്പാത്തി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോയി. അവിടെ അപ്പോൾ രാത്രിത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ചേച്ചി ഇങ്ങനെ മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇന്ന് ഇച്ചിരി ലേറ്റായി പോയപ്പോൾ മാസ് എൻട്രി നടത്തി എൻ്റെ ബ്രദർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കാമെന്ന്. ചേച്ചിക്ക് നല്ല അഭിപ്രായമാണ് ചേട്ടൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. സോ അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ഗൈസ്. ഞാനെല്ലാം ചപ്പാത്തി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി എടുത്തിട്ട് അതിനെ മറിച്ചിട്ട് തിരിച്ചിട്ട് അതിൽ മാവിട്ട് ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടായിരിക്കും ഒരു റൗണ്ട് ഷേപ്പ് വരിക. അല്ലെങ്കിൽ എല്ലാ രാജ്യത്തിൻ്റെ ഭൂപടവും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഒരൊറ്റ റൗണ്ടിൽ തന്നെ മാവൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് അടിപൊളിയായി റൗണ്ട് ഷേപ്പിൽ ചപ്പാത്തി ആക്കിയെടുത്തു. ഞാൻ ആദ്യമൊക്കെ പരാജയമാവുമെന്ന് വിചാരിച്ചെങ്കിലും അടിപൊളിയായിട്ട് അത് സക്സസ് ആക്കി. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഇത്ര ഈസി ആയിട്ട് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ മാവ് കുഴച്ചതിൻ്റെ ക്രെഡിറ്റ് ചേച്ചിക്കാണ്. പിന്നെ രാത്രി ചപ്പാത്തിയുടെ കൂടെ ഫിഷ് ഫ്രൈ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയും ഫിഷ് ഫ്രൈയും ഒക്കെ. നിങ്ങളിപ്പോൾ അതിലൊരു തല കാണുന്നുണ്ടാവും. അതെൻ്റെ ബ്രദറിന് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ആളൊരു ഫിഷിൻ്റെ തലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ ചപ്പാത്തി പരത്തി സ്പീഡിൽ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചെങ്കിലും പരാജയപ്പെട്ടില്ല. പിന്നെ പൊറോട്ട അടിക്കുമ്പോഴേക്ക് ദോശ കല്ലിലിട്ട് നല്ലതായിട്ട് അടിച്ച് പരത്തിയതിന് ശേഷമാണ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ പൊടിയൊന്നും ഉള്ളിൽ പോകാൻ പാടില്ല. പിന്നെ അതിന് ശേഷം അതിനെ വീണ്ടും ഇതുപോലെ ഒന്ന് എടുത്ത് ഒരു ഇത്തിരി പോലും ഓയിലൊന്നും ചേർക്കാണ്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ നെയ്യൊക്കെ ഇട്ടിട്ട് എടുക്കില്ല. അതൊന്നും അത്ര നല്ലതല്ല. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പിന്നെ താങ്ക് യു ഗൈസ്. മറ്റൊരു വീഡിയോ കാണാം.